സർപ്രൈസ്? എന്നാ സർപ്രൈസ് അമ്മ? എന്താണെന്ന് അവൻ എന്നോട് പറഞ്ഞില്ല. അതൊരു കുരുക്കായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ഇങ്ങനെ പേടിച്ച് പേടിച്ച് നമ്മൾ എങ്ങനെ ജീവിക്കും അമ്മേ? അമ്മ, ഇത് രഘുസാർക്കിട്ട് സൊല്ലുങ്ക. അതാ ബെറ്റർന്ന് ഞാൻ നിനക്കറേൻ. അതായിരിക്കും അമ്മേ നല്ലത്. ഇനി അതേ മാർഗമുള്ളൂ. അമ്മമ്മ, എന്ത് മാർഗം? എന്ത് മാർഗമാണ് നീ പറയുന്നത്? അതേട്ടാ, നമ്മളിടയ്ക്ക് താമസം മാറിയപ്പോഴേ ഗ്യാസ് കണക്ഷന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോ ഏജൻസിന്ന് വിളിച്ചു. അത് സ്റ്റേണായിട്ട് അമ്മയോട് സംസാരിക്കണമെന്ന് പറയുമായിരുന്നു ഞാൻ. ഓ ശരി ശരി. അമ്മേ, ഇന്ന് വൈകുന്നേരം കഠിനംകുളം അമ്പലത്തിലൊരു ദമ്പതി പൂജ നടക്കുന്നുണ്ട്. അമ്മ കേട്ടിട്ടുണ്ടോ ആ അമ്പലത്തിന്റെ പ്രത്യേകത? ഇല്ല. നീയോടി? ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്ന ആളല്ലേ നീ? കേട്ടിട്ടുണ്ടോടാ? ഇല്ല ഇല്ല. ദമ്പതി പൂജ ഫേമസാ. പരസ്പരം സ്നേഹിക്കുന്ന ദമ്പതിമാർക്ക് അനുഗ്രഹം കിട്ടുക, അവരുടെ ബന്ധം ദൈവത്തിന്റെ മുന്നിൽ വെച്ച് ഒന്ന് ഊട്ടി ഉറപ്പിക്കുക. അവര് ദേവിയുടെ മുമ്പിൽ രണ്ടാമതൊന്ന് താലി കെട്ടുക, അതാണ് ആചാരം. ഞാൻ ഹരിയുടെ നിത്യന് പേര് കൊടുത്തു. അവരല്ലേ ഇപ്പൊ നമുക്കുള്ള ദമ്പതികള്. ഇന്നാണ് പൂജ. അപ്പൊ അമ്പലത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ പോണം. അമ്മേ കേട്ടോ? അത് നിത്യക്ക് സ്കൂളിൽ പോണം. അമ്പലത്തിൽ പോക്കൊന്നും നടക്കില്ല. ആമാ സർ, ക്ലാസ്സിൽ പോകാൻ പറ്റാത്തതിൽ നിത്യാമ്മേടത്തേക്ക് നല്ല ടെൻഷനായിരിക്കും. അവര് പോട്ടുമ്മ. ഹരി നിത്യ അമ്പലത്തിൽ പോകുന്നത് അവരുടെ ഇഷ്ടമാണ്. അത് മറ്റൊരാൾ തീരുമാനിക്കേണ്ട കാര്യമില്ല. അമ്മേ, പോകാൻ തീരുമാനിച്ചത് ഞാനായതുകൊണ്ട് ആരും വരില്ലെന്നാണോ? അതെങ്ങനെയാ അമ്മേ വരാൻ പറ്റാന്ന് പറയുന്നത്? ആ അപ്പൊ എങ്ങനെ തീരുമാനം? നിത്യഹരി പോവല്ലോ അമ്മേ. നമുക്ക് അവരുടെ കുഴപ്പമുണ്ടേ. പോകാം. ആ ആ ഈ ക്യാരറ്റിന് എന്താ മധുരം!
ആ അല്ല മോനെ, നമ്മളിപ്പോ എങ്ങനെയാ അങ്ങോട്ട് പോകുന്നത്? അതിനൊക്കെ വഴിയുണ്ട് എൻ്റെ അമ്മാവ. ഓ, എല്ലാവർക്കും ഒന്നിച്ച് പോകാനുള്ള വണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ അത് മുടക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അല്ലേ. ആ വലിയ അമ്പലം. പിന്നെ വലിയ അമ്പലമാണെന്നുള്ളത് മാത്രമല്ല, വലിയ ശക്തിയുള്ള അമ്പലം. ആ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞോ? അതെ, കുട്ടികൾക്കേ നമ്മളെക്കാളും ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അല്ല അമ്മവ, അവരൊക്കെ സുജാതയ്ക്ക് ഇപ്പൊ ഇറങ്ങും. ആ ആ എന്താ ശരവണ നിന്റെ മുഖത്തൊരു ഉന്മേഷമില്ലാത്ത? അമ്പലത്തിൽ പോകാൻ എത്ര പേടിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് അന്തമാതിരി പേടിയൊന്നുമില്ല സാർ. ഓ, കോവില് താനേ. അല്ല, നീ നിന്റെ മൊബൈലൊക്കെ എടുത്തിട്ടില്ലേ? എടുത്തു. എന്താ? അത്യപൂർവമായി കാണാൻ പറ്റുന്ന ചടങ്ങല്ലേ, അപ്പോൾ ഫോട്ടോസോ വീഡിയോസോ വേണമെങ്കിൽ എടുക്കാമല്ലോ. സത്യം പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. നീലെങ്ങോട്ടാ? നിങ്ങളെല്ലാരും എങ്ങോട്ടേക്കാണോ പോകുന്നത്? അങ്ങോട്ടേക്ക് തന്നെ. നീ വരേണ്ട കാര്യമില്ല. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള വരവല്ലേ നിന്റേത്? എനിക്ക് കൂടെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങ് അമ്പലത്തിലെത്തിയാലും മതിയല്ലോ. എനിക്കും കാണണം ചടങ്ങുകളൊക്കെ. എടീ, നീ അമ്മവ വേണ്ട. ഒരു നല്ല കാര്യത്തിന് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒന്നും വേണ്ട. അവള് വരികയോ വരാതിരിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അല്ല, നമ്മളെല്ലാവരും എത്തി. ചടങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എത്തിയില്ലല്ലോ. നിത്യ എവിടെ? നിത്യ അല്ല, പെൺകുട്ടികളല്ലേ, ഒരുങ്ങി തീർന്നിട്ടുണ്ടാവില്ല. ഏയ്, അങ്ങനെ ഒരുങ്ങുന്ന കൂട്ടത്തിലൊന്നും അല്ലല്ലോ നിത്യ. എനിക്കറിയാവുന്നതല്ലേ അല്ലേ ഹരി? എല്ലാവരും അവിടെ ഇറങ്ങി നിൽക്കുകയാണ്. അമ്മ എന്തേലും പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാക്കി തരണം. എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് ചടങ്ങിൽ പങ്കെടുക്കാനും പറ്റില്ല. മോളെ, ഇനിയിപ്പോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇവിടെ വെച്ച് പറയാൻ പറ്റിയില്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ നടയിൽ വെച്ച് എനിക്ക് പറയേണ്ടി വരും. എന്റെ ഭർത്താവിന്റെ മുന്നിൽ വെച്ച് മറ്റൊരാളെ ഞാൻ താലി ചാർത്താൻ അനുവദിക്കില്ല.
അപ്പോഴുണ്ടാവുന്ന നാണക്കേട് അമ്മയൊന്ന് ആലോചിച്ച് നോക്കേ. ആരുടെയൊക്കെ തല കുനിയെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കേ. ഇപ്പൊ നീ എന്താ ഈ പറയുന്നതെന്ന് എനിക്കറിയാം. ജീവന് മാറ്റം വന്നു എന്നുള്ള തോന്നൽ അവൻ നിന്റെ മുമ്പിൽ കാണിക്കുന്ന ദേഷ്യം കെട്ടിയുള്ള അഭിനയം. പക്ഷെ അവൻ അതല്ലെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. ഞാൻ പലതും എൻ്റെ കണ്ണിൽ കാണുന്നുണ്ട്. അടുത്ത് വന്ന അവൻ നിന്നെ നിരച്ചു കൊല്ലുമോളെ. അതിനൊരു മറയിടാൻ ഇപ്പൊ ചെയ്യുന്നത് എനിക്ക് തുടർന്നു പോയേ പറ്റൂ. ഈ അമ്പലത്തിൽ പോക്ക് തന്നെ അവൻ കരുതി കൂട്ടി ഉണ്ടാക്കിയത്. അല്ലാതെ നിനക്കും ഹരിക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് അവൻ പോകുന്നതെന്ന് നീ കരുതിയോ? നീ നല്ലവളാ. മറ്റുള്ളവരുടെ വേദന കണ്ടാൽ നിനക്ക് സഹിക്കാൻ പറ്റില്ല. അതവൻ മുതലെടുക്കുകയാണ്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാനില്ല. ഈ ചടങ്ങിന് ഞാൻ വരില്ല. വല്ലാണ്ട് വൈകിപ്പോയി മോളെ. നമുക്കിറങ്ങാം. വാ. മോളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ, അന്ന് സ്കൂളിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആളല്ലേ? അതെ. എന്താ മോളുടെ പേര്? വീണ. എന്റെ മോളും മോനും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിലേതാ മോളുടെ ചെക്കൻ? ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അവളെ അറിയാവുന്ന ആൾക്കാര് ഇവിടെ ഉള്ളതുകൊണ്ട് എന്തായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോണില്ല. അമ്മാവ ഇവളല്ലല്ലോ പ്രശ്നം. ഓഹോ, ജീവൻ. വാ വാ. മോളെ, തൊഴുതിട്ട് പ്രദക്ഷിണം വയ്ക്ക്.
ഉദ്ദേശം? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനൊരു ചടങ്ങ് ഉണ്ടാവരുത്. ഉണ്ടായി പിന്നെ എനിക്ക് ചാവാനേ പറ്റൂ. താൻ ടെൻഷൻ ആവാതിരിക്കെ. ദേവി എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഇനി നീയൊക്കെ എന്ത് തീരുമാനിച്ചിട്ടെന്താ? ഈ കളിയുടെ അവസാനം ഇന്നീ നടയിൽ തന്നെയാണ്. മീനമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ദേവീദേവന്മാർ ഇവിടെ വെച്ച് താലി ചാർത്തി എന്നാണ് ഐതിഹ്യം. അതിന്റെ ഓർമ്മയിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഈ നടയിൽ ഈ വിളക്കിന്റെ സാന്നിധ്യത്തിൽ അണിയിക്കപ്പെടുന്ന താലി ഐശ്വര്യത്തിന്റെ ലക്ഷണമായിട്ടാണ് കരുതപ്പെടുന്നത്. അങ്ങനെ താലി ചാർത്തുന്ന ദമ്പതികൾക്ക് മറ്റ് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ജീവിത അവസാനം വരെ ഐശ്വര്യവും സന്തോഷവും കളിയാടും. താലി കെട്ടാനുള്ളവർ മുൻപിലേക്ക് കയറി നിൽക്കും. ഇങ്ങോട്ട് നീങ്ങിക്ക. കേറി നിൽക്ക് ഹരി. കേറി നിൽക്കേ. അയ്യോ, ഞാൻ താലി എടുത്തില്ല. അമ്മാവൻ താലി എടുത്തായിരുന്നോ? ഞാനോ? ഇല്ല, ഞാനെടുത്തില്ല. നീ എടുത്തില്ലേ? അപശകുനമാണല്ലോ. എന്തായാലും ഇനി നിങ്ങൾ അടുത്ത വർഷത്തെ ചടങ്ങിന് പങ്കെടുക്കണം. നിങ്ങൾ മാറി നിൽക്കൂ. അയ്യോ, എന്തായാലും അമ്മാവ ഹരി,
ഭാര്യ ചിലപ്പോൾ തിരക്ക് പിടിച്ചത് മറന്നാലോ എന്ന് എനിക്ക് തോന്നിയായിരുന്നു.